നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും പണി പറ്റിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗൾഫ് സെക്ടറിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന വിമാന കമ്പനിയുടെ പ്രഖ്യാപനം വന്നത്. നിലവിലുണ്ടായ വിമാനം വൈകൽ, സർവീസ് തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുമെന്നുമാണ് യാത്രക്കാർക്ക് അധികൃതർ നൽകിയ ഉറപ്പ്. എന്നാൽ പ്രഖ്യാപനം വന്ന് രണ്ടാം ദിവസം ദേ കിടക്കുന്നു. കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കേണ്ട വിമാനം മണിക്കൂറുകളോളമാണ് വൈകിയത്. വ്യാഴാഴ്ച രാവിലെ 11:40 മസ്കത്തിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം IX 442 വൈകിയത്. വിമാനം മണിക്കൂറുകളോളം വൈകിയത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. സാങ്കേതിക തകരാറാണ് വിമാനം വൈകിയതിന് കാരണം എന്നാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം. മസ്കത്തിൽ ബോർഡിംഗ് പാസ് എടുത്ത ശേഷമാണ് പലരും വിവരം അറിയുന്നത്. അതിനു മുമ്പ് ആർക്കും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. മസ്കറ്റിൽ നിന്നും ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വിമാനം പിന്നീട് പുറപ്പെട്ടത്. എന്നാൽ രാത്രിയോടെ വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ഇതോടെ 100 കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. ഇവിടെ ഇറങ്ങിയ യാത്രക്കാർ ഏറെ വലഞ്ഞു. രാത്രി വൈകിട്ടും വിമാനം മുംബൈയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ടില്ല. യാത്രയ്ക്ക് വെറും 4 അല്ലെങ്കിൽ 5 മണിക്കൂർ എടുക്കുന്നിടത്താണ് ഇത്രയധികം സമയം പാഴാകുന്നത്. സ്ഥിരം പല്ലവി പോലെ യന്ത്ര തകരാർ എന്നാണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം. എന്നാൽ വിമാനം വൈകുന്നത്, അറിയിപ്പില്ലാതെ റദ്ദാക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ എല്ലാം വലിയ തലവേദനയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. ഇതെല്ലാം പരിഹരിച്ചാണ് പുതിയ സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് MD അലോക് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 50ഓളം വിമാനങ്ങൾ മാർച്ച് മാസത്തോടെ എത്തും. ആകെ വിമാനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. പുതിയ റൂട്ടുകളും സമയക്രമങ്ങളും എല്ലാം മാറ്റം വരുത്തും. ഇതെല്ലാം യാത്രക്കാരെ അറിയിക്കും. മൊത്തം 70 വിമാനങ്ങൾക്കാണ് ഇപ്പോൾ ഓർഡർ നൽകിയിട്ടുള്ളത്. ഇതിന്റെ നടപടിക്രമങ്ങൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. 15 മാസത്തിനകം വലിയ മാറ്റങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. റൂട്ടുകൾ വികസിപ്പിച്ചു തന്നെയായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. UAE-യിലേക്ക് സർവീസ് നടത്തുന്നതിലാണ് ഇപ്പോൾ കൂടുതൽ പരിഗണന നൽകുന്നത്. ദുബായിൽ വ്യാപാര പങ്കാളികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിമാനത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.